Welcome back to the 5 minute or less video series where we discuss fully about prop firms. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ CFD ഫേംസ് ഫോറക്സ് ഫേംസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് ഫേംസ് ഉണ്ട്. ഫ്യൂച്ചേഴ്സ് ഫേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു നിശ്ചിത സമയത്തേക്ക് ഒരു പ്രൈസിന് ഒരു കരാറിനെയാണ് നമ്മൾ ഫ്യൂച്ചേഴ്സിൻ്റെ ഫേംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ഫ്യൂച്ചേഴ്സിൻ്റെ ഫേം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെല്ലാ കോൺട്രാക്ട്സും ഒരു 1 മന്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ക്വാർട്ടറിൻ്റെയോ ഒക്കെ ആയിരിക്കും. ലൈക്ക് ഇന്നിപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് മേ ബി മാർച്ചിൽ വരെയുള്ള കോൺട്രാക്ട്സിൻ്റെ ആയിരിക്കും. ഇതാണ് ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ മെയിനായിട്ട് നോക്കുമ്പോൾ ഇതിലുള്ളത് ഇപ്പോൾ നമ്മുടെ CFD ഫേമായിട്ട് ഡിഫറൻസ് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CFD ഫേംസിൽ നമുക്ക് ഫ്രാക്ഷൻ ഓഫ് ഷെയർസ് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഇതിൽ നമുക്ക് മൈക്രോ ഉണ്ട്, മിനി ഉണ്ട്. നമുക്ക് ഇതിൽ ഒരു കോൺട്രാക്റ്റ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ, ഒന്നോ അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് CFDയിലെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇവിടെ മിനിയിലെ ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും. ഇപ്പോൾ നമുക്കൊരു 0.10 എടുക്കണം. CFDയിൽ നോർമലി ഞാൻ എടുത്തിരുന്നത് 0.10 ആണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചേഴ്സിൽ വരുമ്പോൾ നമ്മൾ മൈക്രോയിൽ 1 പുഷ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ 0.01 എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മൈക്രോയിൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ചെറിയൊരു ഡിഫറൻസ് ഉള്ളത്. പക്ഷേ അഡ്വാൻറ്റേജസ് എന്താണെന്നുണ്ടെങ്കിൽ ഇത് മെയിനായിട്ട് നോക്കുന്ന കുറച്ച് ഫേംസാണുള്ളത്. ആ ഫേംസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്. ടോപ്പ് സ്റ്റെപ്പ് എന്ന് പറയുന്നൊരു ഫേമുണ്ട്. അവർ മൾട്ടിപ്പിൾ ഇയേഴ്സായിട്ട് കുറച്ചധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫേമാണ്. കുറേ ട്രേഡേഴ്സ് ഓൾറെഡി ട്രേഡ് ചെയ്യുന്നതാണ്. അവിടെ കുറേ ട്രേഡേഴ്സ് ട്രേഡ് ചെയ്യുന്നതാണ്. അതുപോലെയുള്ള അടുത്ത ഫേമാണ് മൈ ഫണ്ടഡ് ഫ്യൂച്ചേഴ്സ്, ആപ്പെക്സ് ട്രേഡിംഗ് ഫണ്ടിങ്, ആൽഫ ഫ്യൂച്ചേഴ്സ്, ടേക്ക് പ്രോഫിറ്റ് ട്രേഡർ. ഓക്കെ, ഇങ്ങനെ കുറച്ചധികം ഫ്യൂച്ചർ ഫേംസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഫ്യൂച്ചർ ഫേംസിൻ്റെ ഒരു ഗുണം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി നമ്മളിപ്പോൾ ഫോറക്സിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് നോർമലി കാണാൻ പറ്റും സ്പ്രെഡ് ഭയങ്കരമായിട്ട് കൂടുന്നത് ചില സമയത്ത്. നമ്മൾ ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്പ്രെഡ് ഉണ്ടാവത്തില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഒരു 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിക്കാനാണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി ആ 100 രൂപയിൽ തന്നെ നമ്മുടെ ഓർഡർ പ്ലേസ് ആവും. ഓക്കെ, പിന്നെ പ്ലസ് ഓർ മൈനസ് നമ്മുടെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്കതിൽ ലോസസും പ്രോഫിറ്റും കാണിക്കുന്നത്. പക്ഷേ നമ്മളൊരു CFD ഫേമിലാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ആ സ്പ്രെഡ് എത്രയാണ്, ആ ബ്രോക്കർ നമുക്ക് തരുന്ന സ്പ്രെഡ് എത്രയാണ്, അത് കഴിഞ്ഞിട്ട് അതിന് താഴെയായിരിക്കും നമ്മൾ എൻ്റർ ചെയ്യുന്നത്. നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മൈനസിലായിരിക്കും എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് മേജറായിട്ടുള്ള ഒരു ഡിഫറൻസ് CFD ഫേംസും ഫ്യൂച്ചർ ഫേംസും ആയിട്ട്. പിന്നെ അതിലുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ ഫേംസ് എന്ന് പറയുന്നത് നമുക്ക് ലൈവ് അക്കൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യും. എല്ലാവർക്കും അല്ല ലൈവ് അക്കൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ലൊരു ട്രേഡർ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ലൈവ്, അതായത് നമ്മുടെ റിയൽ മണി വെച്ച് ട്രേഡ് ചെയ്യുന്ന പോലെയുള്ള ഫെസിലിറ്റികൾ അവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അവർ നമ്മളെ ലൈവ് മാർക്കറ്റിൽ രജിസ്റ്റർ ചെയ്യും. അവിടുന്ന് നമുക്ക് അത് ടോപ്പ് സ്റ്റെപ്പിലുണ്ട്, മൈ ഫണ്ടഡ് ഫ്യൂച്ചേഴ്സിലുണ്ട്, ടേക്ക് പ്രോഫിറ്റ് ട്രേഡറിലുണ്ട്. ഇങ്ങനെ കുറച്ച് ഫേംസിലൊക്കെയാണ് ഉള്ളത്. എല്ലാ ഫേംസിലും അവൈലബിൾ അല്ല. ഓക്കെ, പക്ഷേ ലൈവ് മാർക്കറ്റിൻ്റെ ഒരു അപ്ഡേഷൻ നമുക്ക് ഓൾറെഡി ഇവർ തരും. ഇതാണ് നമുക്ക് CFD ഫേമായിട്ടുള്ള ഭയങ്കര വലിയ ഡിഫറൻസ്. ഓക്കെ, ഞാൻ ടോപ്പ് സ്റ്റെപ്പിൽ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്, ടേക്ക് പ്രോഫിറ്റ് ട്രേഡറിലും അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ബാക്കി മൂന്നിൻ്റെയും റൂൾസ് എനിക്കധികം ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതിൽ അക്കൗണ്ട് എടുത്തിട്ടില്ല. ഇനി നമ്മൾ അടുത്ത വീഡിയോസിൽ പോകുമ്പോൾ ഓരോ ഫേംസിനെയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ വീഡിയോ ഓരോ ഫേംസിന് വേണ്ടിയിട്ട് കറക്റ്റ് അവരുടെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്, റൂൾസ് എന്താണ്, നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന റൂൾസ് ആണോ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് അടുത്ത നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് എന്തായാലും വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്യൂച്ചേഴ്സിൻ്റെയും CFDയുടെയും എന്താണ് ഡിഫറൻസ് എന്നുള്ള ഒരു മേജർ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി. ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാണ് വേറൊരു വ്യക്തിയായിട്ട്. നമ്മൾ ഇന്ന സമയത്ത് ഇന്ന വിലയ്ക്ക് ഇത് തിരിച്ച് വാങ്ങിക്കാമെന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഏർപ്പെടുന്നത്. CFD ഫേം എന്ന് പറയുന്നത് നമുക്കതൊരു സ്പോട്ട് പ്രൈസ് പോലെയാണ്. നമ്മൾ ഇന്ന് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി നമുക്കൊരു 1 മന്തോ 2 മന്തോ 3 മന്തോ അല്ലെങ്കിൽ 4 മന്തോ ഒരു 1 ഇയർ കഴിഞ്ഞിട്ടായാലും കൊടുത്താൽ മതി. ഓക്കെ, പക്ഷേ ഒരു ബെറ്റർ ഇത് നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈൽ എന്താണെന്ന് നോക്കണം ആദ്യം. നിങ്ങളൊരു ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്, ഓവർനൈറ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സ് ഫേംസ് ആയിരിക്കും നല്ലത്. പക്ഷേ നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈൽ ഞാൻ സ്വിംഗ് ട്രേഡാണ് ചെയ്യുന്നത്,
മേ ബി എനിക്കൊരു 1 വീക്കോ 2 വീക്കോ ഒക്കെ ഹോൾഡ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫ്റ്റി ഫേംസ് ആയിരിക്കും നല്ലത്. നമ്മളിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഫേംസിനെ കുറിച്ചിട്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഫേമിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി, ഏത് ഫേമിനെ കുറിച്ചിട്ടാണ് അറിയേണ്ടത് എന്നുള്ളത് നമ്മളതിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് തരും. ഓക്കെ.